ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഫിലാഡൽഫിയ ഷാലേം അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ ജോർജ്, കുടുംബം, ദൈവസഭയിലെ എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് എബിൻ ജോർജ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കർത്താവ് ദാനമായിട്ട് നൽകി. അവൻ്റെ പേര് പോൾ എന്നാണ്. അവനിപ്പോൾ 6 years ആകുന്നു. ഞങ്ങളിപ്പോൾ പ്രസൻ്റ്ലി UK കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശിഷ്ടതകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്ന എൻ്റെ കസിൻ സിസ്റ്റർ ഇവിടെയുണ്ട്, അക്സയ്ക്കായിട്ടും കുടുംബത്തിനായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഇൻട്രൊഡക്ഷനുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നു. വേഗത്തിലെടുത്ത് ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 verses 15 and 28. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗവും അതിൻ്റെ 28-ാമത്തെ വാക്യവും വേഗത്തിലെടുത്താട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചോ? നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാരാണ്? 28-ാമത്തെ വാക്യം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോബിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചോണേ. ബൈബിളുകളൊക്കെ നിങ്ങൾ നോക്കണ്ട, വായിക്കാനുള്ള വാക്യമൊക്കെ ഞാൻ വായിച്ചു തരാം, സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട്. ആമേൻ, ശ്രദ്ധിച്ചോണേ. 3 ചെറുപ്പക്കാരെ തൻ്റെ കരവലയത്തിനകത്ത് ഒതുക്കി പിടിച്ചിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് നെബൂഖദ്നേസർ ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ദേവനാരാണ്? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ദേവനാരാണ്? അതേ നെബൂഖദ്നേസർ 28-ാമത്തെ വാക്യമായപ്പോൾ പറഞ്ഞു, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോബിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ, സ്തോത്രം. ഒരിക്കൽ ഹെരോദാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട്, ഇതൊരു നല്ല പൊളിറ്റിക്കൽ മൂവാണെന്ന് കണ്ടിട്ട് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടി. എന്നിട്ട് കരം നീട്ടി പിടിച്ചത് പത്രോസിനെയാണ്. ആമേൻ, 1-ാം കാവലിൻ്റെ അകത്ത്, 2-ാം കാവലിൻ്റെ അകത്ത് പത്രോസിനെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് 4 ചേവകരുടെ നടുവിൽ കാരാഗ്രഹത്തിൽ പത്രോസിനെ അടച്ചു വെച്ചു. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 1-ാം കാവൽ കടന്ന് 2-ാം കാവൽ കടന്ന് പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിൽ പത്രോസിൻ്റെ മുൻപിൽ സ്വതവേ തുറന്നു. ദൈവജനമേ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. പത്രോസ് കടന്നത് വാതിലല്ല, പത്രോസ് കടന്നത് കാവലാണ്. 1-ാം കാവൽ കടന്ന് 2-ാം കാവൽ കടന്ന് പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിൽ സ്വതവേ പത്രോസിൻ്റെ മുൻപിൽ തുറന്ന് തനിക്ക് സുബോധം വന്നിട്ട് ഒരു വാക്കിങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചെന്ന് വാസ്തവമായി അറിയുന്നു. എൻ്റെ ചോദ്യം, പത്രോസേ, അങ്ങിപ്പോൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയെ ചിലരിൽ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടിപ്പിടിച്ച ഹെരോദാവിൻ്റെ കരവലയത്തിനകത്ത് നിന്നാണ് സ്വർഗത്തിലെ ദൈവം എന്നെ പുറത്തെടുത്തത്. അങ്ങനാണെങ്കിൽ ഹി ഈസ് മൈറ്റി ടു സേവ്. അവൻ വിടുവിക്കാൻ സർവശക്തനാണ്. ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ആരാധന കൊടുത്തു. ആമേൻ, സ്തോത്രം. ആരെല്ലാം നിന്നെ പിടിച്ചൊതുക്കി എന്ന് പറഞ്ഞാലും, ഏതെല്ലാം കരവലയങ്ങൾ നിന്നെ പിടിച്ചൊതുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, ശത്രുവിന്റെ കരവലയത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കുന്നത്. ആമേൻ, നമ്മിൽ പലരും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നാളുകളിൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നിനക്കൊരു ദൈവമുണ്ടോ? വിടുവിക്കാൻ കഴിവുള്ള, സഹായിപ്പാൻ കഴിവുള്ള, നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ടോ എന്ന്. ഒരിക്കൽ ദാവീദിനോടും 115 സങ്കീർത്തനത്തിൽ ഇതേ ചോദ്യം ജാതികൾ ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നതിന്റെ നടുവിൽ ദാവീദ് പറയുന്ന അടുത്തൊരു വാക്ക് ഇങ്ങനാണ്, എൻ്റെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ടെന്ന്. ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ പറ, വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന്. കാലതാമസം നേരിട്ടെന്ന് പറഞ്ഞാലും എന്നെ വിചാരിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ടെന്ന്. ആമേൻ പറയാമെങ്കിൽ ഒന്ന് കരമുയർത്തിയ ആമേൻ പറയാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ദൈവസഭയുടെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള, തക്ക സമയത്ത് സഹായം അരുളുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. കരമുയർത്തിയ ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ശക്തിയോടെ ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോണേ. ഒരിക്കൽ 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 verses 8, 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, എന്നാൽ ആ സമയത്ത് ചില കൽദേർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ഞാൻ ഇച്ചിരി സ്പീഡിലാണോ പോകുന്നത്? ഓക്കെ ആണോ? ഓക്കെ.
ടൈം നമ്മുടെ മുൻപിൽ ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓടണേ. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ആരാണ് ഈ കൽദയർ എന്ന് പറയുന്നത്? അങ്ങ് ഊരിൻ്റെ തെരുവീഥികൾ പഠിച്ചു തുടങ്ങിയാൽ മെസപ്പൊട്ടോമിയ കാലം മുതൽ ചിന്തിച്ചു വന്നാൽ കൽദയൻസ് എന്ന് പറയുന്നത് ഊമവിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്നവരാണ് കൽദയർ എന്ന് പറയുന്നത്. സത്യദൈവത്തിൻ്റെ ആരാധന എന്തെന്നോ സത്യദൈവത്തിൻ്റെ പരിജ്ഞാനം എന്തെന്നോ ഇവർക്ക് ഒരു പിടിയില്ല. ഇവർ ചെയ്യുന്നത് ഊമവിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുകയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് കൽദയന്മാർ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത, സത്യദൈവത്തെ ആരാധിക്കാത്ത കൽദയർ ഇപ്പോൾ യഹൂദന്മാരെ കുറ്റം ചുമത്തി. യഹൂദ എന്ന വാക്ക് സ്തുതിക്കുന്നവൻ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? സ്തുതിക്കുന്നവനെ കുറ്റം ചുമത്താൻ തുടങ്ങി. ഒരു ദൂത് ഞാൻ തുടക്കത്തിലേക്ക് കൈമാറാം. സ്തുതിക്കുന്നവനെ ആരെല്ലാം കുറ്റം ചുമത്തിയാലും, ആരെല്ലാം നിന്റെ മേൽ കുറ്റം ആരോപിച്ചാലും അന്തിമ വിജയം ആരാധിക്കുന്നവന്റെ കൂടെയാണ്. അന്തിമ വിജയം സ്തുതിക്കുന്നവന്റെ കൂടെയാണ്. അതിൻ്റെ അർത്ഥം കുഞ്ഞെ, സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്താൻ, പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ. അതിൻ്റെ അർത്ഥം നിനക്ക് യുദ്ധമില്ലെന്നല്ല, നിനക്ക് പ്രതിസന്ധി ഇല്ലെന്നല്ല. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1:19 ഇങ്ങനെ പറയുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് യുദ്ധം ചെയ്യുമെങ്കിലും അവർ നിന്നെ ജയിക്കുകയില്ലതാനും. കാര്യം എന്നറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു മഹാവീരനെ പോലെ, യുദ്ധവീരനെ പോലെ നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവർ നിന്നെ ജയിക്കത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഒരിക്കൽ ഹതഭാഗ്യനാകുന്ന ഒരു ഭർത്താവിന്റെ അടുക്കൽ ഭാര്യ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ഭർത്താവിന്റെ പേര് ഹാമാൻ എന്നും ഭാര്യയുടെ പേര് സേരസ് എന്നുമാണ്. വന്നിട്ട് പറയാണ്, അച്ഛാ നല്ല കാര്യമൊക്കെയാണ് ചെയ്തേക്കുന്നത്. കഴുമരമൊക്കെ മൊർദെഖായിക്ക് വിരോധമായി ഉണ്ടാക്കി, കൽപ്പനകൾ മുഴുവൻ അവന് വിരോധമായി ഉണ്ടാക്കി. പക്ഷേ അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ, നിങ്ങൾ കേട്ടില്ല, അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ഉണ്ടാക്കിയ കഴുമരം നല്ലതാണ്, നീ ഉണ്ടാക്കിയ രേഖകൾ വളരെ നല്ലതാണ്. പക്ഷേ അവന്റെ അധരത്തിൽ അവൻ സ്തുതി ചുമക്കുന്നിടത്തോളം കാലം, അവന്റെ അധരത്തിൽ അവൻ ആരാധന ചുമക്കുന്നിടത്തോളം കാലം അവനെ പരാജയപ്പെടുത്താൻ നിന്റെ കഴുമരങ്ങൾക്ക് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തു. ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്താൻ, സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. എനിക്ക് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി, നീ അവനെ ജയിക്കുകയില്ല താനും. അവൻ്റെ വായെ പൂട്ടിയാൽ നമുക്ക് ജയിക്കാം, പക്ഷേ അവൻ വാ തുറക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ഇങ്ങനെ പറഞ്ഞു കാണും, എൻ്റെ പൊന്ന് റോമ ഗവൺമെൻറ്, നിങ്ങൾക്ക് എൻ്റെ കൈകാലുകളെ ആമത്തിലാക്കാൻ കഴിയും. എൻ്റെ ആധരം ചലിക്കുന്നിടത്തോളം കാലം, എൻ്റെ നാവ് ചലിക്കുന്നിടത്തോളം കാലം. അങ്ങനെ സ്തുതിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുക്കുക. നീ സ്തുതിക്കുന്നിടത്തോളം കാലം ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ആരാധിക്കാൻ മനസ്സുള്ളവർ സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണെ, 40 ദിനരാത്രങ്ങൾ ഏലത്താഴ്വരയിൽ വെല്ലുവിളിച്ചു ഒരു മല്ലനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഗോലിയാത്ത്. ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന മല്ലനാകുന്ന ഗോലിയാത്ത്. ഈ മല്ലനാകുന്ന ഗോലിയാത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ പ്രഥമ രാജാവാകുന്ന ശൗലിന് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. പുള്ളി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ശൗൽ എന്ന് പറയുന്നത് ഏത് ഗോത്രക്കാരനാ? ബെന്യാമിൻ ട്രൈബ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ് ശൗൽ എന്ന് പറയുന്നത്. ഈ ബെന്യാമിൻ ഗോത്രക്കാരെ കുറിച്ച് ഉൽപ്പത്തിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവർ കടിച്ചു കീറുന്ന ചെന്നായാണ്. ഒരു പ്രയോജനമില്ല. പക്ഷേ ഇപ്പം കടിച്ചു കീറുന്ന ചെന്നായ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബെന്യാമിൻ ഗോത്രം. ഇനി ബുക്ക് ഓഫ് ജഡ്ജസിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കണ്ടുപിടിച്ചോ, ഹോംവർക്കാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, അവർ ഇടത്ത് കയ്യന്മാരാണ്. ഇനി അടുത്ത പ്രത്യേകത, കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ് ബെന്യാമിൻ ഗോത്രക്കാർ. ഇനി അടുത്ത പ്രത്യേകതയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, രോമത്തിൽ എറിഞ്ഞു കൊള്ളിക്കാൻ
കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ് ബെന്യാമിൻ ഗോത്രക്കാർ. എത്ര പേര് വായിച്ചിട്ടുണ്ട്? രോമത്തിൽ എറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ള കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ് ബെന്യാമിൻ ഗോത്രക്കാർ. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ശരീരത്തിലെ ഒരു രോമം എടുത്ത് കാണിച്ചിട്ട് ഈ രോമത്തിൽ എറിയാൻ പറഞ്ഞാൽ കൃത്യതയോടുകൂടി എറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ളവരാണ് ബെന്യാമിൻ ഗോത്രക്കാരൻ. പക്ഷേ അവൻ രോമത്തിൽ എറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ള ബെന്യാമിൻ ഗോത്രക്കാരൻ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ വീര്യവും ശൂര്യവുമുള്ള ബെന്യാമിൻ ഗോത്രക്കാരൻ അവൻ ഗോലിയാത്തിന്റെ വാക്കുകളുടെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ സ്തുതിക്കുന്ന ഗോത്രത്തിൽ നിന്ന്, കാട്ടിൽ നിന്ന് കയറി വന്ന, ഏത് പ്രതിസന്ധികളുടെ നടുവിലും കിന്നരം മാത്രം വായിക്കാൻ അറിയാവുന്ന, ഏത് സങ്കടങ്ങളുടെ നടുവിലും സങ്കീർത്തനങ്ങൾ മാത്രം പാടാൻ അറിയാവുന്ന ഒരു കൊച്ചു ചെറുക്കൻ ദാവീദ് ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ എറിഞ്ഞ് അവൻ ഗോലിയാത്തിനെ താഴെയിട്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. സ്തുതിക്കുന്നവന്റെ അവൻ സ്തുതിക്ക് ശക്തിയുണ്ട്, അവന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തു. കേട്ടോണേ കേട്ടോണേ, സ്തുതിക്കുന്നവന് ശക്തിയുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ്. ഈ ഗോലിയാത്തിനെ പറ്റി ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇവൻ ബാല്യം മുതലേ യോദ്ധാവാണെന്ന. ഇവൻ ബാല്യം മുതലേ യോദ്ധാവാണെന്ന. പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ 71-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ പറ്റി ഇങ്ങനെ എഴുതി വെച്ചു, ഇവൻ ബാല്യം മുതലേ ആശ്രയിക്കുന്നവനാണ്. ഹലോ, ബാല്യം മുതലേ യോദ്ധാവായവനെ ബാല്യം മുതലേ ആശ്രയിക്കുന്നവൻ എറിഞ്ഞ് താഴെയിട്ടെന്ന്. ഹലോ, അതിൻ്റെ അർത്ഥമേ ശത്രു ഏതെല്ലാം കായികാഭ്യാസങ്ങൾ പഠിച്ച് നിന്റെ മുൻപിൽ വന്നാലും ഒറ്റ കാര്യം കുഞ്ഞെ ചെയ്താൽ മതി, ആശ്രയിച്ചാൽ മാത്രം മതിയെന്ന്. ഞാൻ ഈ കർത്താവിനോട് പലവട്ടവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ പൊന്നു കർത്താവ്, ഈ പടച്ചട്ടയണിഞ്ഞ് ഈ താമ്രശിരസ്ത്രം അണിഞ്ഞ് ശരീരം മുഴുവൻ ഫുള്ളി കവേർഡായിട്ട് നിൽക്കുന്ന ഈ ഗോലിയാത്തിൻ്റെ എവിടെ എറിഞ്ഞിട്ട് കൊള്ളിക്കാനാ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ രസകരമായിട്ടുള്ളൊരു മറുപടി ഇങ്ങനെയാണ്, മോനെ, എറിയാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ കൊള്ളിക്കാനുള്ള സ്പേസ് ഞാൻ അവിടെ ഒഴിച്ചിട്ടേക്കാവുന്നത്. ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരാധിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, സ്തുതിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, നീ പോലും അറിയാതെ നിനക്കെതിരെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ചില മല്ലന്റെ അധികാരങ്ങളെ, ചില മല്ലന്റെ ശക്തികളെ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ, ചില മല്ലന്റെ അധികാരങ്ങൾ കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തോ. നിന്റെ ആരാധനയെങ്കിൽ കേട്ടോണം. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇനി ഓടി വരാമേ. അത് മാത്രമല്ല, ഈ ഗോലിയാത്തിൻ്റെ മുൻപിൽ ഒരു പരിചക്കാരനുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. There was a shield bearer. ഒരു പരിചക്കാരൻ ഗോലിയാത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നു. ഈ പരിചക്കാരൻ്റെ പ്രത്യേകത എന്നറിയാം മക്കളെ? പരിചക്കാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്ര അടുത്ത് നിന്ന് വരുന്ന വാളും പെട്ടെന്ന് തടുക്കാൻ കഴിവുള്ളവനാണ് പരിചക്കാരൻ. ആണോ? അവൻ ട്രെയിൻഡ് ആയിരിക്കുന്നത് തന്നെ ആ മേഖലയിലാണ്. അവൻ പരിചക്കാരനെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്, ഏത് വേഗതയിൽ വെട്ടുവന്നാലും ഇവൻ പെട്ടെന്ന് എന്ത് ചെയ്യും? തടുക്കും. അതിനാണ് ഈ ഷീൽഡ് ബെയറിനെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്കിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഏതോ ഒരു ദൂരവേ നിന്ന് അവൻ ദാവീദ് എറിഞ്ഞ ഒരു ചെറിയ കല്ലിനെ പോലും തടുക്കാൻ കഴിയാത്തത്ര വേഗതയിൽ ദാവീദിന്റെ കരത്തിൽ നിന്ന് പുറപ്പെട്ട ആ കല്ലിന് വേഗത ഉണ്ടായിരുന്നെങ്കിൽ, കുഞ്ഞെ, ഇവിടെ ഇരുന്ന് സ്തുതിക്ക് വേഗത ഉണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞേ. നിന്റെ സ്തോത്രത്തിനും നിന്റെ ആരാധനയ്ക്കും നിനക്കെത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലാൻ കഴിവുള്ള വേഗതയുണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞേ. ശ്രദ്ധിക്കണേ. ആമേൻ, ആമേൻ. ഇങ്ങനെ സ്തുതിക്കുന്നവനെതിരെ ആമേൻ അന്നും ഫൈറ്റാണ്, ഇന്നും ഫൈറ്റാണ്. ആമേൻ. ആരാധിക്കുന്നവനെതിരെ, ആമേൻ, പ്രാർത്ഥിക്കുന്നവനെതിരെ ആമേൻ കൽദയന്മാർ വന്നിട്ട് കുറ്റം ചുമത്താൻ തുടങ്ങി. പക്ഷേ ഒരു ദൂത് പറയാം, അന്തിമ വിജയം ആരാധിക്കുന്നവൻ്റെ കൂടെ. ആമേൻ പറയാമോ? അന്തിമ വിജയം പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെയാണ്. ശ്രദ്ധിച്ചോണേ. എന്നാൽ ആ സമയത്ത് ചില കൽദയന്മാർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ പറഞ്ഞ ഇങ്ങനെയാണ്, അയ്യോ രാജാവേ, അങ്ങ് ദീർഘായുസോടെ ഇരിക്കട്ടെ. നോക്കണേ, എന്നാ വന്ദനമാ നോക്ക്. 3 പേരുടെ ആയുസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുത്തൻ
ആയുസോടിരിക്കട്ടെ എന്ന്. എന്നിട്ട് പറഞ്ഞത്, രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവന് വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയണമെന്നും ഒരു തീർപ്പ് അങ്ങ് കൽപ്പിച്ചല്ലോ. എന്നാൽ ബാബേൽ സംസ്ഥാനത്ത് കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ. ഇത് പറഞ്ഞ ഉടനെ രാജാവ് ചെയ്തൊരു കാര്യം, 14-ാമത്തെ വാക്യം, രാജാവ് ചെയ്ത കാര്യം ഞാൻ വായിച്ചോളാം. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്, മേശക്, അബേദ്നെഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരെ തന്നെയാണോ? സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിലെ നിയമം എന്നാണെന്നറിയാമോ? നിയമം എന്ന് പറയുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ, അടുത്ത വാക്കാണ് ഭയങ്കരം, അവനെ ആ നാഴികയിൽ, കേട്ടോ, ആ നാഴികയിൽ, അതിൻ്റെ അർത്ഥം ആരാണോ വീണ് നമസ്കരിക്കാതെ ഇരിക്കുന്നത് എന്ന് കേൾക്കുന്നത്, അവരെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയണം. അതിൻ്റെ അർത്ഥം ഇനി ഒരു വിചാരണ ഇല്ല. ഹലോ, ഇനി ഒരു വിചാരണ ഇല്ല, ഇനി ഒരു ചോദ്യം ചെയ്യലിന് നേരെയില്ല. കേൾക്കുന്ന നാഴികയിൽ തന്നെ ഇവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയണം. പക്ഷേ ഇവിടെ ഒരു മാൻലി ഫേവർ വെളിപ്പെടുകയാണ് ശദ്രക്കിനും, മേശക്കിനും, അബേദ്നെഗോവിനും. എനിക്ക് സത്യം പറഞ്ഞാൽ നെബൂഖദ്നേസറിനോട് ഒരല്പം ബഹുമാനവും ഒരു ഇച്ചിരി സ്നേഹവും തോന്നിയൊരു ഭാഗമാണ് ഈ 14-ാമത്തെ വാക്യം. എന്നാന്നറിയാമോ? ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നിങ്ങൾ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരാണോ? ഇസ് ഇറ്റ് ട്രൂ വാട്ട് ഐ ഹേർഡ്? കേട്ടത് നേരാണോ എന്ന് ചോദിക്കാനുള്ളൊരു നല്ല മനസ്സിൽ നെബൂഖദ്നേസർ കാണിച്ചായിരുന്നല്ലോ. ഹലോ, ഓക്കെ. ഈ നമ്മുടെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെയും കേട്ടത് നേരാണോ എന്ന് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. പ്രത്യേകിച്ച് മല്ലൂസ് മലയാളികളെ, കേട്ടത് നേരാണോ എന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, 10 പേർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സത്യം പറഞ്ഞ് ഈ കേട്ടത് നേരാണോ എന്ന് ചോദിച്ചായിരുന്നു എത്രയോ ബന്ധങ്ങൾ നമുക്കിന്നും കണ്ടതിനായിരുന്നു. ഹലോ, സിസ്റ്ററെ, ബ്രദറെ, ആ കേട്ടത് സത്യമാണോ എന്ന് നേരിട്ട് വിളിച്ചു ചോദിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, എത്രയോ ബന്ധങ്ങളാണ് നമുക്കിന്നും കണ്ടതിന്. പക്ഷേ നെബൂഖദ്നേസറിൽ എനിക്ക് കണ്ട ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, കേട്ടത്, മക്കളെ, ഞാൻ കേട്ടത് നേരാണോ, സത്യമാണോ? സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കള്ളം പറയണമെന്നുമില്ല, ഒരു ചെറിയ നമ്പർ ഇറക്കിയ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രിക്ക് കാണിച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഒന്ന് കുറച്ച് നാളത്തേക്ക് രക്ഷപ്പെടാം. കള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അന്നേരെ സ്തോത്രം, രാജാവേ, ഞങ്ങൾ നമസ്കരിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്തു. ഇനി നമസ്കരിച്ചില്ലെന്ന് പറഞ്ഞാൽ രാജാവ് പിടിച്ച് തീയിലിടും. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനൊരു മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു, രാജാവേ, അങ്ങ് കേട്ടത് മുഴുവൻ ആരോപണമായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഹലോ, കാര്യം ഇപ്പോൾ ഒരു മാൻലി ഫേവർ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് രാജാവിനോട് പറഞ്ഞാൽ മതി, രാജാവേ, അങ്ങ് കേട്ടത് മുഴുവൻ ആരോപണമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? രാജാവ് ഒന്നുമില്ലെങ്കിലും അടുത്തൊരു അന്വേഷണത്തിന് ഉത്തരവിട്ട് സ്തോത്രം, ഒരു കുറച്ച് നാളൂടെങ്കിലും ഒന്ന് ജീവൻ നീട്ടിക്കിട്ടുമായിരുന്നു. പക്ഷേ വെളിപ്പെട്ട മാൻലി ഫേവറിനോട് നോ പറഞ്ഞിട്ട് രാജാവിനോട് ഇവർ പറയാണ്, എൻ്റെ പൊന്ന് രാജാവേ, ഇതിനുത്തരം പറയാൻ ഞങ്ങൾക്ക് എന്തില്ല, ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞാലും ഇല്ലേലും നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ലെന്ന് ഉത്തരവറിഞ്ഞാലും, സാക്ഷ്യത്തിൽ തുടർന്ന്, വിശുദ്ധിയിൽ തുടർന്ന്, വേർപാടിൽ തുടർന്ന്, അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന് ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വെളിപ്പെട്ട മാൻലി ഫേവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന 3 ചെറുപ്പക്കാർ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ ഇവിടെ ഉത്തരം പറയാതിരുന്നാൽ തീയുടെ നടുവിൽ 4-ാമനായി ഇറങ്ങി വന്ന് രാജ്യം കാണുന്ന നിലവാരത്തിൽ, ലോകം അറിയുന്ന നിലവാരത്തിൽ നിനക്ക് വേണ്ടി ഉത്തരം പറവാൻ അവൻ സർവശക്തൻ ഇറങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. വേഴ്സസ് 19 മുതലുള്ള വാക്യങ്ങൾ കുറെ കൂടെ ആഴമായി നിങ്ങൾ ശ്രദ്ധിച്ചോണം. 19-ാമത്തെ വാക്യം, അപ്പോൾ നെബൂഖദ്നേസറിന് കോപം എടുത്തു, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി. അടുത്ത വാക്ക്, ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ
7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ കൽപ്പിച്ചു. സാക്ഷ്യത്തിൽ തുടർന്ന് വിശുദ്ധിക്ക് വേണ്ടി നിന്ന് ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, വേർപാടിൽ തുടർന്ന് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ നെബൂഖദ്നേസറിൻ്റെ മുഖഭാവം മാറി. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. മോനെ, ആ വേഴ്സ് തന്നെ വന്നിട്ട് ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ. ആമേൻ, 7 times more than it is usually heated. അതിൻ്റെ അർത്ഥം പാസ്റ്ററെ, ആ വേർഡ് ശ്രദ്ധിച്ചോ, ചൂള പതിവായി. ചൂള പതിവായി, അതിൻ്റെ അർത്ഥം ഇതൊരു പതിവ് ചൂളയാണ്. ഹലോ, ഇതൊരു പതിവ് ചൂളയാണ്. ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിലെ രാജാവ് പറയുന്ന കൽപ്പനകൾ അനുസരിക്കാത്ത, ആമേൻ, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ കൊണ്ടിടുന്ന ഒരു പതിവ് ചൂളയാണ് ഈ ചൂള. ദിസ് ഈസ് എ യൂഷ്വൽ ഫർണൈസ്. ഇതൊരു പതിവ് തീച്ചൂളയാണ്. പക്ഷേ അച്ഛാ, സാക്ഷ്യത്തിൽ തുടർന്ന് വിശുദ്ധിക്ക് വേണ്ടി നിന്ന്, വേർപാടിന് വേണ്ടി നിന്ന് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. ഹലോ, കേൾക്കുന്നുണ്ടോ? ആരോ ഇന്ന് പകലിലും പറയുന്നില്ലേ പാസ്റ്ററെ, എൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാ പതിവും തെറ്റി. യൂഷ്വലി ഇല്ലാത്ത heat. If you are facing an unusual heat, you are going to see an unusual glory. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പതിവ് തെറ്റിയ തീച്ചൂളകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. പതിവില്ലാത്ത ചൂട് നിനക്കുണ്ടെങ്കിൽ, പതിവില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ, പതിവില്ലാത്ത പ്രതികൂലത്തിൻ്റെ അകത്തൂടെ നീ കയറിപ്പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഈ പകലിൽ ആരോടോ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹത്വം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. കുഞ്ഞെ, ഇതുവരെയും തീയുടെ ബലം കെടുന്നത് ആരും കണ്ടിട്ടില്ല. നാളിതുവരെ തീയുടെ സ്വഭാവം എന്ന് പറയുന്നത് നശീകരണമാണ്, ദഹനമാണ്. പക്ഷെ ഇന്ന് പകലിൽ ഞാനൊരു ദൂത് കൈമാറാം. ആമേൻ, തീയുടെ ബലം കെടാൻ പോവുകയാണ്, തീയുടെ സ്വഭാവം മാറാൻ പോവുകയാണ്. അൺയൂഷ്വൽ ഹീറ്റ് ഉണ്ടെങ്കിൽ ഒരു അൺയൂഷ്വൽ ഗ്ലോറി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. മാതാവേ, പിതാവേ, ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധി നിനക്കുണ്ടോ? ഇതുവരെ ഇല്ലാത്തൊരു പ്രതികൂലം നിനക്കുണ്ടോ? അതിൻ്റെ നടുവിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു മഹത്വം നിനക്ക് വേണ്ടിയുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഒരിക്കൽ ദൈവം എൻ്റെ സഹായം എന്ന് പറഞ്ഞൊരു മോനുണ്ടായിരുന്നു. ആരാ? ഗാഡ് ഈസ് മൈ ഹെൽപ്പ്. ദൈവം എൻ്റെ സഹായം. ആമേൻ. അവൻ്റെ പേര് ലാസർ എന്നാണ്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഗാഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായം. അച്ഛാ, അവൻ്റെ പേര് തന്നെ ദൈവം എൻ്റെ സഹായം എന്നാണ്. ഇനി മർത്തയുടെയും മറിയയുടെയും വീട്ടിലെ ബാല്യക്കാര് ആമേൻ ഓടി വന്നിട്ട് പറയുന്നത്, യേശു കർത്താവേ, നിനക്ക് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 4 ആണെന്ന് തോന്നുന്നു മോനെ. 4-ാമത്തെ വാക്യം, നിനക്ക് പ്രിയപ്പെട്ടവൻ സുഖമില്ലാതെ കിടക്കുന്നു. മോനെ 3 എന്നിട്ട് ആമേൻ, നിനക്ക് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആമേൻ, ബാല്യക്കാർക്ക് യേശു കർത്താവിൻ്റെയും ലാസറിൻ്റെയും സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ലാസർ. ഇനി കേട്ടോണേ, 6-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആമേൻ, യോഹന്നാൻ പറയുകയാണ്. ആമേൻ, അതിൻ്റെ 7-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം എന്നിട്ട് മോനെ, 5-ാമത്തെ വാക്യം, ആ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും എന്ത് ചെയ്തു? സ്നേഹിച്ചു. അപ്പം നോക്കണേ, പേരുകൊണ്ട് ദൈവൻ്റെ സഹായം, പേരുകൊണ്ട് ദൈവൻ്റെ സഹായം. ആമേൻ. ബാല്യക്കാരുടെ സാക്ഷ്യം, അയ്യോ നിനക്ക് പ്രിയപ്പെട്ടവൻ. ആമേൻ. കേൾക്കണേ, യോഹന്നാന്റെ സാക്ഷ്യം, ലാസറിനെ യേശു ഒത്തിരി സ്നേഹിച്ചു. പക്ഷേ ആമേൻ, കേട്ടോണേ, ഈ 3 കാര്യവും വിചാരിച്ചിട്ട് നമ്മുടെ ചിന്തയെന്ന് പറയുന്നത്, ആമേൻ, 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെക്കും, യേശു ഉടനെ എഴുന്നേറ്റ് ലാസറിൻ്റെ വീട്ടിലേക്ക് ചെന്നെന്ന്. ഹലോ,
ഈ 3 കാര്യം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം വിചാരിക്കും 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെക്കും, യേശു ഉടനെ എഴുന്നേറ്റ് ലാസറിൻ്റെ വീട്ടിലോട്ട് ചെന്നു. പക്ഷേ തിങ്സ് ആർ സോ അൺയൂഷ്വൽ. ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ. അയ്യോ, ഇതന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ? ഇത് ഭയങ്കര അൺയൂഷ്വൽ ആണല്ലോ. ഇത് പതിവില്ലാത്തതല്ലേ? നമ്മളിന്ന് കേട്ടില്ലേ, ശതാധിപൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് ശതാധിപൻ പറയാണ്, അയ്യോ ഗുരുവേ, എൻ്റെ ബാല്യക്കാരിൽ ഒരുത്തൻ ദീനമായിട്ട് കിടക്കുകയാണ്, എൻ്റെ പുരക്കകത്ത് വരാൻ പോലും നീ യോഗ്യനല്ല, നീ ഒന്ന് സൗഖ്യമാകാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു അവിടെ ഇരുന്നൊരു വാക്ക് കൽപ്പിച്ചു. ആ നാഴികയിൽ അവന് സൗഖ്യം വന്നു. നോക്കണേ, ശതാധിപൻ്റെ ബാല്യക്കാരൻ്റെ കാര്യത്തിൽ ആ നാഴികയിൽ വിടുതൽ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇനി മറ്റൊരു ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രാജഭൃത്യൻ ഓടി വന്നിട്ട് പറയാണ്, ആമേൻ, അയ്യോ ആമേൻ ഗുരോ, എൻ്റെ മകൻ ദീനമായിട്ട് കിടക്കുകയാണ്, അവൻ സൗഖ്യമാവണം. ഒരു വാക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നീ പൊക്കോ, നീ പൊക്കോ, അവൻ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുന്ന് ബാല്യക്കാരിൽ ഒരുത്തൻ വന്നിട്ട് പറയാണ്, നിൻ്റെ മകൻ ജീവനോടിരിക്കുന്നെന്ന്. അതിൻ്റെ അർത്ഥം മീൻ വായിൽ എപ്പോഴോ അവൻ മരിച്ചു എന്നതിൻ്റെ അർത്ഥം. കൂടണ്ടോ? നിൻ്റെ മകൻ ജീവനോടിരിക്കുന്നെന്ന്. അതിൻ്റെ അർത്ഥം ഈ യാത്രക്കിടയിൽ എപ്പോഴോ എന്ത് ചെയ്തു? ഇവൻ മരണപ്പെട്ടു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവൻ ആ നാഴിക അന്വേഷിച്ചു. എപ്പോഴാ ഇവൻ ജീവിച്ചേ? നാഴിക അന്വേഷിച്ചപ്പോഴേ യേശു അവിടെ ഇരുന്ന് പറഞ്ഞ അതേ സമയത്ത് ഇവൻ ഉയർത്തുന്നു. കേട്ടോണേ. ഇനി മറ്റൊരു ഭാഗത്ത്, നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓടിപ്പോണേ, മറ്റൊരു ഭാഗത്ത് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിപ്രമാണിയാകുന്ന യായിറോസ് ഓടി വന്ന് യേശു കർത്താവിൻ്റെ കാലിലോട്ട് വീണിട്ട് പറയാണ്, അവൻ ഗുരുവോ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, അവളൊന്ന് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ തലയിലൊന്ന് കൈവെക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യേശു കർത്താവ് യായിറോസിൻ്റെ വീട്ടിൽ പോയെന്ന്. ഹലോ, ഇതന്നതിൻ്റെ കുഴപ്പമാണ് ബ്രദറെ. ശതാധിപൻ്റെ വീട്ടിലോട്ട് വചനം അയച്ച് സൗഖ്യമാക്കി. രാജഭൃത്യൻ്റെ മകൻ മരിച്ചു കിടന്നപ്പം he sent his word, അവൻ്റെ വചനം അയച്ച് അവൻ സൗഖ്യമാക്കി. ആമേൻ. യായിറോസിൻ്റെ മകളുടെ കാര്യത്തിൽ യേശു കർത്താവ് തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വീട്ടിൽ പോയി. പക്ഷേ ലാസറിൻ്റെ കാര്യം വന്നപ്പം 2 ദിവസം കൂടെ അവിടെ പാർത്തു. ദിസ് ഈസ് സോ അൺയൂഷ്വൽ. കൂടെ ഉണ്ടോ നിങ്ങൾ? ഇത് പതിവില്ലാത്തതാ. പ്രിയപ്പെട്ടവൻ്റെ കാര്യം വന്നപ്പം എല്ലാ പതിവും തെറ്റി. കൂടെ ഉണ്ടോ നിങ്ങൾ? പക്ഷേ ഒത്തിരി സ്നേഹിച്ചവൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാ പതിവും തെറ്റി. പതിവ് തെറ്റുന്ന ആരേലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ദൂത് കൈമാറാം. ലാസറേ, ഇതുവരെ ബഥാന്യ കണ്ടിട്ടില്ലാത്തൊരു മഹത്വം എനിക്ക് നിന്റെ വീട്ടിൽ വെളിപ്പെടുത്താനുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്തൊരു മഹത്വം. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലല്ല, ആമേൻ യായിറോസിന്റെ മകൾക്ക് സൗഖ്യം കൊടുത്തതുപോലല്ല, ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയതുപോലല്ല, രാജഭൃത്യന്റെ മകനെ ഉയർപ്പിച്ചതുപോലെയല്ല, ഇതുവരെ ബഥാന്യ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വം എനിക്ക് നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുത്താനുണ്ട്. പതിവ് തെറ്റുന്നുണ്ടെങ്കിൽ ഓർത്തോ, പതിവില്ലാത്തൊരു മഹത്വം. അൺയൂഷ്വൽ ആണോ? when things are going unusual, just be confident, I'm going to see an unusual glory. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഒത്തിരി നേരം കർത്താവ് മിണ്ടാതിരിക്കുമ്പോഴേ ഒറ്റ കാര്യം ഓർത്തോണം, അപ്പോഴാണ് കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ട് സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നത്, അവൻ തൻ്റെ സ്നേഹത്തിൽ മിണ്ടാതിരുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം ഒത്തിരി നേരം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലേ എൻ്റെ പൊന്നാൻ്റെ അവൻ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നാ. ലാസറേ,
2 നാളായി ഞാൻ വന്നില്ലേടാ. സാരമില്ല, ഐ ലവ് യു സോ മച്ച്. ആമേൻ. യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ചുള്ള 3 ദിവസം ഈ ആത്മാവ് അങ്ങനെ കറങ്ങി നടക്കും. ആമേൻ. അത് കഴിഞ്ഞ് മടങ്ങി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന 3 ദിവസവും കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ് കർത്താവ് വരുന്നത്. എല്ലാ കൾച്ചറിനെയും തെറ്റിച്ചുകൊണ്ട് അൺയൂഷ്വലായിട്ടാണ് കർത്താവിൻ്റെ വരവ്. 4-ാമത്തെ ദിവസം നാറ്റം വമിച്ച് ഇനിയൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പം യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്നു. പക്ഷേ ഒരു വാക്ക് കർത്താവിന് പറയാനുണ്ട്. മാർത്തേ, മറിയേ, വിശ്വസിച്ചാൽ നീ ഒരു മഹത്വം കാണും. ആമേൻ പറയാമോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്ലോറി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എൻ്റെ ചോദ്യം ഈ ദൂതെനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയല്ല. കാര്യം ഇനി എനിക്ക് ഒരു 1.5 മണിക്കൂറേലും ഉണ്ടെങ്കിൽ ഈ ഭാഗം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടം കൊണ്ട് ഞാൻ നിർത്താമേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ. എന്തിനാ കർത്താവേ ഈ അൺയൂഷ്വലായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്? ആമേൻ. ഒത്തിരി അൺയൂഷ്വലായി ഇതുവരെ ഇല്ലാത്ത നിലകളിൽ ആമേൻ ലാസറിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി എല്ലാം കൂടെ വന്നത്. മോനെ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 1 ഒന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയ. ഇനി 12-ന്റെ 1 ആമേൻ 12 വേഴ്സസ് 1, 12-ാം അധ്യായം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത. ഒന്നും മനസ്സിലായില്ല. 11-ാം അധ്യായം പട്ടണം അറിയപ്പെട്ടത് മുഴുവൻ ചേച്ചിമാരുടെ പേരില്ല. ഹലോ, 11-ാം അധ്യായത്തിൽ പട്ടണത്തിൻ്റെ പേരെഴുതി വെച്ചത് ചേച്ചിമാരുടെ പേരില്ല. മാർത്തയുടെയും അവളുടെ സഹോദരി മറിയയുടെയും ഗ്രാമമായ ബഥാനിയ. പക്ഷെ 12-ാം അധ്യായം എഴുതാൻ വേണ്ടിയേ യോഹന്നാൻ പേനയെടുത്ത് ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങിയപ്പം പരിശുദ്ധാത്മാവ് ചെന്ന് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു കാണും: മോനെ, ആമൻ 4 ദിവസം നാറ്റം വമിച്ചൊരു ചെറുക്കൻ പട്ടണത്തിലുണ്ട്. അൺയൂഷ്വലായി പതിവില്ലാത്ത പ്രതിസന്ധികളുടെ അകത്തൂടെ കയറിപ്പോയൊരു പൈതല വീട്ടിലുണ്ട്. ഇനി അവന്റെ പേരിൽ പട്ടണത്തിന്റെ ചരിത്രത്തെ ഞാൻ തിരുത്തി എഴുതാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തോ. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി എന്തിനാ നിനക്ക് വന്നതെന്നറിയാമോ? ഇതുവരെ കണ്ടിട്ടില്ല. കരമടിക്കുന്നെങ്കിൽ ചൊവ്വയടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തു. ശമന ലഗർധനാദിയാര വൈഡമാന ഹന്തലഗദസ്മി അന്തലഗടഗദനിയ. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ ഇതുവരെ ഇല്ലാത്ത മഹത്വം നീ കാണും. ആമേൻ പറയാമോ? 11-ാം അധ്യായം വരെ പട്ടണം അറിയപ്പെട്ടത് മാർത്തയുടെയും മറിയയുടെയും പേരിലാണ്. പക്ഷേ പാസ്റ്ററെ, 12-ാം അധ്യായത്തിൽ ചരിത്രം മാറാൻ തുടങ്ങി. പട്ടണത്തിൻ്റെ പേര് ലാസറിൻ്റെ പേരിൽ. ലാസറേ, നിന്റെ പേരിൽ പട്ടണം അറിയപ്പെടണോ? ഞാൻ പതിവ് തെറ്റിക്കും. കൂടണ്ടോ? ചില പതിവ് തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ചരിത്രത്തെ മാറ്റുന്നൊരു വിടുതൽ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ആമേൻ പറ. ഞാൻ കർത്താവിനോട് ചോദിച്ചു: കർത്താവേ, എന്തിനാ കർത്താവേ ഈ പതിവില്ലാത്ത പ്രതിസന്ധി? എൻ്റെ മുൻപിൽ ഇനി എനിക്കൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമേ. എന്തിനാ കർത്താവേ ഈ പതിവില്ലാത്ത പ്രതിസന്ധി? നിങ്ങൾ കേട്ടോണേ. അതിൻ്റെ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 25 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഉടനെ ഈ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് പറഞ്ഞു: എടാ, നമ്മൾ 3 പേരെയല്ലേ ബന്ധിച്ച് തീയിലിട്ടത്? ഇവർ പറഞ്ഞു: സത്യരാജാവേ. പക്ഷേ പുള്ളി പറയുകയാണേ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത് പറഞ്ഞേ. ആര് കണ്ടെന്ന്? ആര് കണ്ടെന്ന്? ഞാൻ കണ്ടെന്ന്. പക്ഷേ മന്ത്രിമാരല്ല കണ്ടേ, ബാല്യക്കാരല്ല കണ്ടേ. അവിടെ നിന്ന് ഒരുത്തനുമല്ല 4-ാമനെ കണ്ടേ. 4-ാമനെ ആദ്യം കണ്ടത് നെബൂഖദ്നേസറാ. ഹലോ, 3 പേരെ കൈക്കകത്തോട്ട് പിടിച്ചൊതുക്കിയിട്ടേ എൻ്റെ കരത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദേവനാരാന്ന് ചോദിച്ചില്ലേ?
എടാ നീ കാണടാ ഞാൻ ആരാന്നാദ്യം. കൂടുണ്ടോ? ഹല്ലേലൂയ. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയുടെ അടയാളത്തെ പതിവില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ, എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ ഞാൻ ആരാന്ന് തെളിയിക്കാൻ, നിന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ, ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ ദൈവം ആരെന്ന് തെളിയിക്കാൻ അവൻ ഇറങ്ങി വരും. എന്റെ ചോദ്യം, കർത്താവേ എന്തിനാ കർത്താവേ ആർക്കുമില്ലാത്ത പ്രതിസന്ധി? എന്തിനാ കർത്താവേ പതിവില്ലാത്ത അൺയൂഷ്വൽ ഹീറ്റ്? കർത്താവിന്റെ മറുപടി, മോനെ നിന്നെ കളിയാക്കിയില്ലേടാ ഒരു കൂട്ടം. നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചില്ലേ? അവന്റെ കണ്ണുകൊണ്ട് ഞാൻ ആരാന്ന് തെളിയിക്കാൻ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരും. കൂടെ നിങ്ങള് നിന്റെ ദൈവം ആരെന്ന് നിന്റെ ശത്രു കാണും. നിന്നെ കളിയാക്കിയവനും നിന്നെ പകച്ചവനും നിന്നെ നിന്ദിച്ചവനും നിനക്കെതിരെ കുറ്റം പറഞ്ഞവനും നിന്നെ പിടിച്ചു ഞെരിച്ച് അവൻ എന്റെ കരത്തിനകത്തുനിന്ന് വിടുവിക്കാൻ കഴിവുള്ളവൻ ആരാന്ന് ചോദിച്ചവൻ നിന്റെ ദൈവത്തെ കാണും. ഞാൻ കർത്താവിനോട് ചോദിച്ചേ, കർത്താവേ എന്തിനാ കർത്താവേ ആർക്കുമില്ലാത്ത പ്രതിസന്ധി? കർത്താവിനോട് പറഞ്ഞ രണ്ടാമത്തെ ഒരു മറുപടി ശ്രദ്ധിച്ചോണേ. ആമേൻ. ഈ 3 പേര്, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, ഈ 3 പേര് രാജാവ് നിർത്തിയ 60 മുഴം നീളവും 6 അടി വീതിയൊക്കെയുള്ള ഭീമാകാരമായ സ്വർണ്ണബിംബത്തെ ഇവർ കണ്ടുകൊണ്ട് കണ്ടു. ശ്രദ്ധിച്ചോണേ, ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി 8 മിനിറ്റേ ഉള്ളൂ. ഇവർ ഈ വലിയ സ്വർണ്ണബിംബത്തെ ഇവരെന്ത് ചെയ്തു? കണ്ണുകൊണ്ട് കണ്ടു. രാജാവിൻ്റെ മുഖത്തെ മുഖഭാവം മാറുന്നത് ഇവരെന്ത് ചെയ്തു? കണ്ണുകൊണ്ട് കണ്ടു. ഇനി ശ്രദ്ധിച്ചോണേ, രാജാവിൻ്റെ കോപം മുഴുക്കുന്നത് ഇവർ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ കൂടെ വരണേ. രാജാവിൻ്റെ കോപം മുഴുക്കുന്നത് ഇവർ കണ്ണുകൊണ്ട് കണ്ടു. ഇനി അത് മാത്രമല്ല, എരിയുന്ന ചൂളയുടെ കാഠിന്യം 7 മടങ്ങ് കൂടുന്നത് ഇവർ കണ്ണുകൊണ്ട്. അയ്യോ, കത്തിജ്വലിക്കുന്ന തീജ്വാലയുടെ ആ ദഹനത്തിന്റെ ശക്തി 7 മടങ്ങ് കൂടുന്നത് ഇവർ കണ്ണുകൊണ്ട് കണ്ടു. ഇനി അത് മാത്രമല്ല, മഹാബലവാന്മാരായ പുരുഷന്മാർ ഇവരുടെ കണ്ണിന്റെ മുൻപിൽ ചാരവാകുന്നത് ഇവര് കണ്ടു. അച്ഛാ, ഇത്രയൊക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ കണ്ടിട്ടുവേ, ഇത്രയും പ്രതിസന്ധികൾ ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ കണ്ടിട്ടുവേ, ഇവർ പറയുക ഞങ്ങൾ കാണാത്തൊരു ദൈവം ഉണ്ടെന്ന്. ഓ, കേട്ടില്ല? രാജാവിന്റെ മുഖത്തെ ഭാവം മാറുന്നതും രാജാവിന്റെ കോപം മുഴുക്കുന്നതും തീജ്വാലയുടെ ദഹനശക്തി കൂടുന്നതും പ്രതിസന്ധിയുടെ ആഴങ്ങൾ വർദ്ധിക്കുന്നതും മഹാബലവാന്മാർ ചാരവാകുന്നത് കണ്ടിട്ടും ഇവർ പറയുക ഞങ്ങൾ കാണാത്തൊരു. അനി അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവർ കണ്ടോണ്ടല്ല, അവർ വിശ്വാസത്താൽ, ഹലോ, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ദർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസത്താൽ അവർ തീയടെ. അച്ഛാ, ഇവർ ദൈവത്തെ കണ്ടില്ല. അച്ഛാ, കാണാതെ പറഞ്ഞു നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ. അയ്യോ, ഇത് കേട്ടോണ്ടേ അച്ഛാ, ഇതും കേട്ടോണ്ട് എങ്ങനെയാ അച്ഛാ നമ്മുടെ ദൈവത്തിന് മോളിൽ ഇരിക്കാൻ പറ്റുന്നേ? അയ്യോ, കേട്ടില്ല. ഇതും കേട്ടോണ്ടേ നമ്മുടെ ദൈവത്തിന് എങ്ങനെയാ പാസ്റ്ററെ മോളിൽ ഇരിക്കാൻ കഴിയുന്നേ? കാണാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ നിന്നെങ്കിൽ ഇതേ പ്രതിസന്ധിയുടെ നടുവിൽ കൺകുളിർക്ക കാണുന്ന അളവിൽ ഞാൻ ഇറങ്ങി വരാൻ പോവുക. ഹേ അച്ഛാ, എന്തിനാ ആർക്കും ഇല്ലാത്ത പ്രതിസന്ധി? നമ്മുടെ ദൈവത്തെ കാണുന്ന ഇടം അച്ഛാ അത്. ഹലോ, 7 മടങ്ങ് വർദ്ധിച്ച ഈ തീച്ചൂളയുടെ നടുവിലേ, മഹാബലവാന്മാരെ കരിച്ചു കളഞ്ഞ ഈ തീച്ചൂളയുടെ നടുവിലേ നീ നിന്റെ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പോവാ. ആ കണ്ണുകളെല്ലാം അടച്ചോ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പതിവില്ലാത്ത പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ പതിവില്ലാത്ത ശോധനയുടെ നടുവിൽ നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ദൈവം തെളിയിക്കും.
കർമ്മേലിന്റെ മലയുടെ മുകളിൽ തീ കൊണ്ട് ഉത്തരമരളിയ ഏലിയാവിന്റെ ദൈവം അഗ്നിജ്വാലയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന് ദൈവമുണ്ടെന്ന് നെബൂഖദ്നേസറിനെ തെളിയിച്ച ദൈവം പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് പകലിൽ ഇറങ്ങി വരാൻ കഴിവുള്ളവൻ. ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തു. ഈ പകലിലെ ദൈവത്തിന്റെ മഹത്വം നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചുടം ദലം ദരം ദലം ദരം ദരം ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ചോണേ. ഒന്ന് നെബൂഖദ്നേസർ ദൈവത്തെ കണ്ടു. 2 3 പേരുടെ ദൈവത്തെ കണ്ടു. 3 പേരുടെ അച്ഛാ ആർക്കും ഇല്ലാത്ത പ്രതിസന്ധി എന്തിനാണെന്നറിയോ അച്ഛാ? നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ദൈവത്തെ. അതുകൊണ്ട് ഭക്തനായ യോബ് ഒരു വാക്ക് എഴുതി വെച്ചു. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. എപ്പോഴാ യോബെ കേട്ട്? യോബ് പറയും, ആടുമാടുകളും ഒട്ടകങ്ങളും കഴുതകളും കാളക്കുറ്റന്മാരും സർവ്വസമ്പത്തും എൻ്റെ ചുറ്റിനുണ്ടായിരുന്നപ്പോഴേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ എഴുതി വച്ചിരിക്കുക, ഇപ്പോഴോ ഞാൻ എൻ്റെ ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ. എപ്പോഴാ യോബ് നീ നിന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു തുടങ്ങിയേ? യോബ് പറയും, കാളക്കൂറ്റന്മാരും ഒട്ടകങ്ങളും ആടുമാടുകളും സർവ്വസമ്പത്തും ഒരൊറ്റ ചുഴലിക്കാറ്റിൽ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ശവ കുടീരങ്ങൾ എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് ഉയർന്നു പൊങ്ങിയപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഉരണം കൊണ്ട് മുറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടെന്ന്. അതിന്റെ അർത്ഥം ആർക്കുമില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിലാച്ച നമ്മൾ ദൈവത്തെ കാണുന്നേ. ഹലോ, അനുഭവിച്ചിട്ടുണ്ടോ എൻ്റെ അത്? ആർക്കുമില്ലാത്ത ശോധനയുടെ നടുവില്ല. അതുകൊണ്ട് ഇന്ന് കര ഉയർത്തി പ്രതിസന്ധികൾക്കൊന്ന് നന്ദി പറയണം. അൺയൂഷ്വൽ ഹീറ്റ് ഉള്ളത് കൊണ്ടാ അൺയൂഷ്വൽ ഗ്ലോറി കണ്ടേ. ഇനി താഴോട്ട് എഴുതി വെക്കുമ്പോഴേ ഒരു വാക്കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ തലയിലെ രോമം കരിഞ്ഞില്ല. ആമേൻ, ആമേൻ. അവരുടെ കാൽച്ചട്ടയ്ക്ക് കേടുപറ്റിയില്ല. ഓരോന്നും വിശദീകരിക്കാനുള്ളതാ. കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാഞ്ഞയും തലയുടെ രോമത്തിൻ്റെ കാര്യമൊക്കെ ഒത്തിരി വിവരിക്കാനുള്ളതാ. അടുത്തൊരു വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരുടെ തീയുടെ മണം പോലും തട്ടാതെ ഇരിക്കുന്നത് കണ്ടെന്ന്. ഹലോ, അവർക്ക് തീയുടെ മണം പോലും തട്ടാതെ ഇരിക്കുന്നത് കണ്ടെന്ന്. ഒരു വേർഷൻ അതെനിക്ക് തോന്നുന്നു ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് തോന്നുന്നു. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, they didn't have even the smell of smoke. പുകയുടെ മണം പോലും. എൻ്റെ പൊന്നു സിസ്റ്ററെ, അൺയൂഷ്വൽ ഹീറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇതുപോലെ പുറത്തു വരുന്നേ. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ പുറത്തെടുക്കാൻ തുടങ്ങിയ. അതിൻ്റെ ഈ വിറകടുപ്പിൽ പാകം ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലെല്ലാം ഒരു പുകയുടെ മണം കാണും അല്ലേ? പുകയുടെ മണം നമ്മുടെ ഡ്രസ്സിൽ കാണും. പക്ഷേ 7 മടങ്ങ് വർദ്ധിച്ച മഹാബലവാന്മാരെ കരിച്ചു കളഞ്ഞ് തീക്കകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോഴേ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, പുകയുടെ മണം പോലും ഇല്ലായിരുന്നെന്ന്. അതിൻ്റെ അർത്ഥം ഒരു ദൂതി ഞാൻ പറഞ്ഞോട്ടെ ആൻറ്റി, ഇന്നലകളിലെ പ്രതിസന്ധിയുടെ മുറിവിൻ്റെ പാടി ചുമക്കാനുള്ളതല്ല നിന്റെ ശരീരം, ഇത് മഹത്വം ചുമക്കാനുള്ളതാ. ഇന്നലകളിൽ നീ നേരിട്ട പ്രതിസന്ധിയുടെ അവൻ ആഘാതങ്ങളും അതിന്റെ ആഫ്റ്റർ എഫക്റ്റും അതിന്റെ മെന്റൽ ട്രോമയും ചുമക്കാനുള്ളതല്ല നിന്റെ ശരീരം, മറിച്ച് rather you will carry the glory of God. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്ക. യേശുവിന്റെ നാമത്തിൽ മഹത്വം ചുമക്കുന്ന ഒരു തലമുറ ചലിക്കട്ടെ, ചലിക്കട്ടെ. ആ ദൈവ മഹത്വം ചലിക്കട്ടെ. ജീസസ്, ജീസസ്. തലമുടി കരിയത്തില്ല, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റത്തില്ല, തീയടയല്ല പുകയുടെ മണം പോലും തട്ടാതെ. You will never carry
ഈവൻ ദ സ്മെൽ ഓഫ് ആഷസ്. ഞാൻ അങ്ങനെ പറയും പാസ്റ്ററേ, ചാരത്തിന്റെ മണം പോലും. ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും നെബൂഖദ്നേസറും കണ്ട് ഞെട്ടിയിട്ട് വരെ ചോദിക്കും, ഇവരതീന്നാ വരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന്. കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാൻ പോവാ. ഈ പകലിലെ ദൈവമഹത്വം ദൈവസഭയുടെ മേൽ ചലിക്കട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന് പ്രാർത്ഥിക്കുക, എല്ലാ വായുകളും തുറന്ന് പ്രാർത്ഥിക്കുക. അൺയൂഷ്വൽ ഹീറ്റിന്റെ നടുവിൽ, ആർക്കുമില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ ഈ പകലിലെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തു. ഈ പകലിലെ ദൈവമഹത്വത്തിന്റെ യാതങ്ങൾ ദൈവസഭയുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ. ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താൽ. This is not by sight, this is by faith. ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താൽ. കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്ത് ശമന ഹദല ഘടകദനിയാദര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീയുടെ ബലം ഇന്ന് പകലിൽ കടട്ടെ. പതിവില്ലാത്ത പ്രതിസന്ധികൾ പതിവില്ലാത്ത മഹത്വമായി മാറട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുപാദപീഠത്തിലേക്ക് അടുത്ത് വരികയാണ്. പതിവില്ലാത്ത ഒത്തിരി പ്രതിസന്ധികളുടെ അകത്തൂടെ കയറിപ്പോകുന്നവരാ ഞങ്ങൾ. ബട്ട് വി നോ വൺ തിങ്, ഞങ്ങൾക്കൊന്നറിയാം, ഒരു അൺയൂഷ്വൽ ഗ്ലോറി ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പതിവില്ലാത്ത മഹത്വം ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ ജനത്തിൻ്റെ മേൽ ഇന്ന് പകലിൽ ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നിവർ അനുഭവിക്കുന്ന പതിവില്ലാത്ത പ്രതിസന്ധികൾ, പതിവില്ലാത്ത ചൂടിന്റെ കാഠിന്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പതിവില്ലാത്ത മഹത്വങ്ങളായി മാറട്ടെ. അപ്പനത് ചെയ്യുന്നതിന് നന്ദി. നിറഞ്ഞ മനസ്സോടെ ദൈവസഭയെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന് അൻപുള്ള നാമത്തിൽ തന്നെ. Amen. Unusual heat will turn into unusual glory. പതിവില്ലാത്ത പ്രതിസന്ധികൾ പതിവില്ലാത്ത മഹത്വമായി മാറും.